അപ്പൊ മുകളിൽ ഇപ്പൊ മൂപ്പരൊരു ഖേദം പ്രകടിപ്പിക്കുന്നു ഹൈന്ദവ സഹോദരങ്ങളോട്. ഹൈന്ദവ സഹോദരങ്ങൾ എന്താ, മൂപ്പർക്ക് പഠിച്ചോനാ? അല്ല, മൂപ്പരിപ്പൊ ഇന്ന് പറഞ്ഞത് ഖേദം പ്രകടിപ്പിക്കൽ അള്ളഹാനോട് മാത്രമാണെന്നാ പറഞ്ഞത്. ഇപ്പോ അദ്ദേഹം പറയുന്നതാ, ഞാൻ പറഞ്ഞ വാക്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നിങ്ങൾക്ക് വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. അപ്പൊ എന്തേ അവർ പഠിച്ചോനാണോ? എനിക്ക് മനസ്സിലാവണില്ല. ഇത് രണ്ടും പറഞ്ഞത് മൂപ്പരാണേ. ഇന്ന് മൂപ്പര് പറഞ്ഞ് ഖേദം പ്രകടനം പഠിച്ചവനോട് മാത്രമേ ഉള്ളൂ എന്ന്. അതേ മൂപ്പരുടെ തന്നെ ഒരു വീഡിയോ ഇത് വന്ന് എടുക്കണ്. പഠിച്ച് എൻ്റെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ വല്ല വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന്. അപ്പൊ ഹൈന്ദവ സഹോദരങ്ങള് മുക്കത്തിന് പഠിച്ചവനായോ? എനക്കറിയില്ല കേട്ടാ. കാരണം മൂപ്പരുടെ ഭാഷ വെച്ചാണെങ്കിൽ പഠിച്ചവനോട് മാത്രമേ ഖേദം പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മൂപ്പർ ഇപ്പൊ ഈ പ്രകടിപ്പിച്ചത് ഹൈന്ദവ സുഹൃത്തുക്കളുടെ പേര് പറഞ്ഞു. അതാണ് മൂപ്പര പഠിച്ചോന്. അള്ളാഹു ആലം. ഇത് നമ്മളെ വല്ലാത്ത വേദനിപ്പിക്കുക ജാതി. എന്നുള്ള ഒരു സംഗതി ഇനി ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. അങ്ങനെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ മറ്റുള്ളവർ പരത്തിയതിന്റെ പേരിൽ എൻ്റെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് വല്ല വിഷമവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വിഷയം ഉണ്ടായിട്ട് പറഞ്ഞു തീർന്നാൽ തീർന്നില്ലേ? എത്രയല്ലേ ഉള്ളൂ? തുറന്ന് പറയാം. ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ചെന്ന് മാപ്പ് പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടായോ? ആര് നിങ്ങൾ എല്ലാവരും മാപ്പ് അള്ളഹാനോടാ പറയാ. ഞങ്ങൾ അള്ളാഹുവിനോടല്ലാതെ വേറെ ആളും പറഞ്ഞു. ഞങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളഹാനോട് പറയലാണ്. വേറെ ഒരാളോട് നമ്മൾ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ തെറ്റും ചെയ്യാറില്ല.